നമ്മൾ മഴയുടെ ഒരു പൊതു അന്തരീക്ഷം എങ്ങനെ എന്നുള്ളതാണ്. കോട്ടയത്ത് ചെറിയ മഴ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കാജനകമായ നിലയിലേക്കൊന്നും അത് മാറിയിട്ടില്ല എന്നുള്ള സനോജിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ വിവരങ്ങൾ നൽകിയിരുന്നു. മൺസൂൺ ശക്തി പ്രാപിക്കുന്നു എന്ന പൊതു അവസ്ഥ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റ് കൂടിയിട്ടുണ്ട്. പല ഭാഗത്തും കാറ്റിൻ്റെതായിട്ടുള്ള തീവ്ര സാന്നിധ്യമുണ്ടാകാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് നിലവിലെങ്ങും വന്നിട്ടില്ല. ഓറഞ്ച് അലർട്ടും 4ഓളം ജില്ലകൾക്കായിട്ടുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ വീണ്ടും കൊച്ചിയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീർത്തി അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവായോ? നഗരത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്താണ് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കീർത്തി, ശരത്, എന്തായാലും കൊച്ചിയിലെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അല്പസമയം മുൻപ് വരെ ഇവിടെ മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും സ്ഥിതിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസവും ഇങ്ങനെയായിരുന്നു. രാവിലെ അപ്രതീക്ഷിതമായിരുന്നു അതിശക്തമായ മഴയുണ്ടായത്. വലിയ തോതിലുള്ള വെള്ളക്കെട്ട് നഗരത്തിലൊക്കെ അനുഭവപ്പെട്ടു. റോഡുകളിൽ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. ഇന്നും അത്തരത്തിലൊരു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ സമാന സ്ഥിതി തന്നെയായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. പ്രധാനമായും ഈ ഇടപ്പള്ളി, കളമശ്ശേരി, കാക്കനാട് ഭാഗത്തൊക്കെയാണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. ഈ ഇൻഫോ പാർക്ക് പ്രദേശത്തും ഒപ്പം തന്നെ വാഴക്കാലയിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. നിരവധി വീടുകളിൽ കളമശ്ശേരിയിലും ഇടപ്പള്ളിയിലും ലുലുമോളിൻ്റെയൊക്കെ മുൻപിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്ക് അവിടെ രൂക്ഷമായിരുന്നു. രാവിലെ ആയതുകൊണ്ട്, ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് ആളുകൾ ജോലി ആവശ്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയി പുറത്തു പോയപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ, യാത്രക്കാർക്കൊക്കെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി. നീണ്ട നിരയായിരുന്നു ഗതാഗത കുരുക്കുണ്ടായത്. ഇന്നും അത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ സമാന സ്ഥിതി തന്നെയായിരിക്കും. പ്രധാനമായും ഈ മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ടാണ് ഈ കാക്കനാട് ഭാഗത്തൊക്കെ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ വലിയൊരു ശക്തമായ മഴ പെയ്താൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുക. അത് അവിടെ സാധാരണമാണ്. ആളുകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് ഒരു മുന്നറിയിപ്പ് പോലെ മഴ പെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ ഈ അപ്രതീക്ഷിതമായി പെയ്ത ഒരു അതിശക്തമായ മഴ, ഈ മെട്രോയുടെ പണി കൂടി നടക്കുന്നതുകൊണ്ട് വെള്ളം കയറാത്ത പല മേഖലകളിലും വെള്ളം കയറുകയുണ്ടായി. ഫ്ളാറ്റുകളിലൊക്കെ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം വെള്ളത്തിലാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. വാഹനങ്ങളുടെ കാര്യമാണ് മറ്റൊന്ന് പ്രധാനമായും പറയേണ്ടത്. നിരവധി ആളുകളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വണ്ടി ഓഫായി പോയി, പിന്നെ സ്റ്റാർട്ടാവാത്ത നിരവധി ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്കുണ്ടായി. ഒപ്പം തന്നെ ഈ വീടുകളിലും ഈ ഫ്ളാറ്റുകളിലൊക്കെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളും കാറുകൾക്കുമൊക്കെ തന്നെ പകുതിയോളം മുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇതുവരെയും വെള്ളം കയറാത്ത പല വീടുകളിലും വെള്ളം കയറിയപ്പോൾ ആളുകളൊക്കെ വലിയ തരത്തിൽ അമ്പരന്നു പോയി. അവർക്ക് അവരുടെ സാധനങ്ങൾ മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്തരം വലിയ തോതിൽ തന്നെ ആളുകൾ കഴിഞ്ഞ ദിവസം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് തന്നെ വേണം ശരത്ത് പറയാൻ. ഇന്നും അത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയില്ല. ഈ മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ടും ഒപ്പം തന്നെ മുല്ലശ്ശേരി കനാലിന്റെ നവീകരണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അത്തരം നവീകരണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് പ്രധാനമായും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. മറ്റൊന്ന്, സാധാരണ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ MG റോഡ്, കല്ലൂർ സ്റ്റേഡിയമൊക്കെ. അവിടെയും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം, വെള്ളം എത്രത്തോളം വേഗം കയറുന്നു, മഴ ഒന്ന് മാറുമ്പോഴേക്കും അത്രയും വേഗം തന്നെ വെള്ളം ഇറങ്ങുന്ന ഒരു രീതിയാണ് കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഈ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഒരു സക്സസ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. വെള്ളം കയറുന്നുണ്ട് പല മേഖലകളിലും. അപ്രതീക്ഷിതമായി തന്നെ വെള്ളം കയറുന്നുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകൾ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളിലും ദേശീയപാതയിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. എന്നാൽ മഴ മാറുമ്പോഴേക്കും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും എവിടെയും ഇപ്പോൾ വെള്ളക്കെട്ടില്ല. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് മാറിയിട്ടുണ്ട്. വെള്ളം ഉച്ചയോടുകൂടി തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ സാധാരണ ഒരു മഴ പെയ്താൽ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവിടെ നമ്മൾ പോയപ്പോൾ അവിടെയും വെള്ളം ഇറങ്ങിത്തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കളമശ്ശേരിയിലൊക്കെ പെയ്ത മഴയിൽ ലഘുമേഘ വിസ്ഫോടനം എന്ന ഒരു അറിയിപ്പും കാലാവസ്ഥ
വിദഗ്ധർ കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. 100 മില്ലിമീറ്ററിലധികം മഴ ഒരു മണിക്കൂറിൽ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമായി കാണാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ മാത്രം 103 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. എന്നാൽ ഇതിലൊരു ഔദ്യോഗിക റിപ്പോർട്ടൊന്നും വരാത്ത സ്ഥിതിക്ക് നമുക്ക് അത്തരത്തിലൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ ഒരു ഇന്നലെ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ കീർത്തി സംസാരിച്ചത് ഈ കളമശ്ശേരിയിൽ പെയ്ത അതിതീവ്ര മഴയുണ്ട്, അതൊരു മേഘവിസ്ഫോടനമാണ്. ആ നിലയിൽ ക്യുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ ആ നിലയിലാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആ നിലയിൽ അതിന് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഇന്നലെ പെയ്ത മഴയിൽ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നതാണ് വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ ഈ വിവരങ്ങൾ നൽകുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളായി കൂടി കണ്ടത്. അത്ര വലിയ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടത്, അത്രമേൽ വലിയ മഴയാണ് മണിക്കൂറുകളോളം നിന്നു പെയ്തത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അവസ്ഥ.